ഇങ്ങോട്ട് എടുത്ത് കുഴച്ച് അതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അതായത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് സൂപ്പറാ. എല്ലാവർക്കും നമസ്കാരം. ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഉള്ളി അതുകൊണ്ട് നമ്മൾ തീയൽ വയ്ക്കും, സാമ്പാർ വയ്ക്കും. ഇന്നിപ്പോ വ്യത്യസ്തമായ ഒരു ഉള്ളിക്കൂട്ടാൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഉള്ളിക്കൂട്ടാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായമുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, കുരുമുളക്, കടുക്, ജീരകം, ഉലുവ, വെളുത്തുള്ളി, കറിവേപ്പില, പുളി, ശർക്കര, ഉപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കച്ചട്ടി ഒന്ന് പതുക്കെ ചൂടാവണം. സാധാരണ രീതിയിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സ്വാദാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇവരൊക്കെ വെളിച്ചെണ്ണ സ്വാദിൻ്റെ ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാരിയൽക്ക് പാനിന്ന് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ, പാനിന്നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കണ. നാരിയൽ ഇതൊന്ന് നല്ല പോലെ ചൂടാവട്ടെ. പോയി കിടന്നോളാം. എന്താണ് ഇവിടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? ഉറങ്ങിക്കൂടി. പാചകം കേട്ട് കഴിഞ്ഞാൽ അപ്പം വരും. ഷൂട്ടിങ്ങിന് റെഡിയാ. അഭിനയ മോഹിയാണത്. അവൻ ശരിക്കും മനുഷ്യന്റെ പോലെയാണ്. പട്ടിയുടെ രൂപം മാത്രമേ ഉള്ളൂ. നമ്മൾ പറയണ എല്ലാവരും മനസ്സിലാവും അല്ലേ ബുബേ? നോക്കിയ എങ്ങടെ എന്താണ്, എവിടെ പോയേക്കായിരുന്നു? നിങ്ങള് പേടിക്കണം കേട്ടോ, ബുബ്ബ കടിക്കും. ഒരു വരണ്ട, ആരും വരണ്ട. ബുബ്ബുണ്ട് ഇവിടെ. എവിടെ ബുബ്ബ? ബുബ്ബുണ്ട്. ബിസ്ക്കറ്റ് കഴിക്കാൻ എന്നില്ലാന്ന് വെച്ചോളൂ. നേരെ വന്ന് ബിസ്ക്കറ്റും വന്നിങ്ങനെ തട്ടി നിൽക്കും. അത് നമ്മൾ വന്ന് അത് എടുത്തു കൊടുക്കണ വരെയും തട്ടും. ഇങ്ങ പോരെ ബുബ്ബേ, ആരുമില്ല. അച്ഛൻ പറ്റിച്ചതാ. ചൂടായി. കടുക് പൊട്ടട്ടെ. പൊട്ടി തുടങ്ങി. ഉലുവ അതുപോലെ തന്നെ മുഴുവൻ കുരുമുളക്, ഫുള്ളായിട്ട് കുരുമുളക്. അതുപോലെ തന്നെ 1/4 സ്പൂണ് നമ്മുടെ സാധാരണ അവിയലൊക്കെ വയ്ക്കുമ്പോൾ ചേർക്കണം ജീരകം. ഇതിലേക്ക് ഉള്ളി ചേർക്കാം. അരിഞ്ഞ് ചേർക്കരുത്, മുഴുവൻ അങ്ങനെ തന്നെ ചേർക്കണം. ഉള്ളി അരിയാൻ പാടില്ല. വെള്ളുള്ളി, കറിവേപ്പിലയും കൂടെ ചേർക്കണം കേട്ടോ. കറി ലീവ്സ്. ഈ ഉള്ളി നല്ല പോലെ വാടിയിട്ട് ഗ്ലാസ് പോലെ ആവണം. അതിൻ്റെ കളറൊക്കെ മാറി. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നാവും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ എന്താ വിശേഷം? ഉള്ളി പെട്ടെന്നാവുമല്ലോ, വാടി പെട്ടെന്ന് വാടും. ദിസ് ലൈക്ക് ഗ്ലാസ്. ദിസിലേക്ക് ഗ്ലാസ് അല്ല, കുറച്ചും കൂടെ ആവണം, എന്നാലേ ദിസിലേക്ക് ഗ്ലാസ് ആവുള്ളൂ. ആയിക്കോട്ടെ. ബുള്ളറ്റ് കുമാരിക്ക് അവിടെ മഴയാന്ന് പറഞ്ഞിരുന്നു. ബസ്സിലൊക്കെ കയറി പോയിട്ടുണ്ട്. ഈശ്വര, ബസ്സൊക്കെ ഏതാണെന്ന് അറിയാവോ? തിരിച്ചു പോകാൻ അറിയോടി എന്ന് ചോദിച്ചു ഞാൻ. നമുക്ക് ഈ മക്കളെയൊക്കെ പഠിക്കാൻ പറ്റിട്ട് ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോ, മഴ, വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ വണ്ടി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു വിഷമമുണ്ടല്ലോ. പകുതി നമ്മൾ ഇവരെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ പോകും. ഇനിയിപ്പോ ചേട്ടൻ ഒരുമിച്ച് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതെ. എന്നാലേ മഴ വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ബസ്സിന് പോകുന്ന ആദ്യമായിട്ടാണ് ബസ്സിന് പോണത്. ഇത് ഏത് ബസ്, എങ്ങോട്ട് പോണ ബസ് എന്നൊക്കെ ഈ പൊട്ടിക്ക് അറിയോന്ന് അറിയില്ലല്ലോ. ചേട്ടനെ അവള് നോക്കിക്കോളും. ഈ ചേട്ടന് പറയണവനും സൈസ് മാത്രം വളർന്നിട്ടുണ്ടേ.
ആ പരിപാടിക്ക് പോയില്ലെന്നത് വിമാനത്തിൽ കയറി ടെൻഷൻ കൊണ്ട് ആ ഡാൻസ് ടീച്ചർക്ക് സ്വൈര്യം കിട്ടിയിട്ടില്ല ഞങ്ങളുടെ ഭാഗത്തുനിന്ന് 1000 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അവസാനം അവര് പറഞ്ഞു മാഷ് പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, അവൻ വലിയ കുട്ടിയല്ലേ എന്തിനാ ടെൻഷൻ അടിക്കണേന്ന് നോക്കി. ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ. ലൈക്ക് ഗ്ലാസ് മാഞ്ഞൂർ രഞ്ജിച്ചു പഠിപ്പിച്ചാണ് ഇംഗ്ലീഷ് പറയാനായിട്ട്. നോ നോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ മതി, ഇംഗ്ലീഷുകാരനെ ആയിക്കോളും. അയ്യോ പരിപാടിക്ക് പോകുമ്പോ കോമഡിയാണ്. ഇത് എല്ലാവരുടെയും കൂടി ഇംഗ്ലീഷ് ആയിട്ട് അറിയാവുന്ന എനിക്ക് ഇംഗ്ലീഷ് തന്നെ പോയി കിട്ടും. ഞാനും രഞ്ജിത്തും കൂടി നോ നോ മാത്രമേ അറിയുള്ളൂ. ബുബയ്ക്ക് വരെ പിടിച്ചില്ല. നോ എന്താടാ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു തക്കാളി നുറുക്കിയിട്ട് ചേർക്കാം. തക്കാളി നുറുക്കിയത് ചേർത്തു. ദെൻ വാട്ട്? തക്കാളി നല്ല ഉടനെ വരട്ടെ. ഉടയട്ടങ്ങനെ ഉടയട്ടെ, തക്കാളി എങ്ങനെ ഉടയട്ടെ. തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞു ചേർന്നു. ഈ സമയത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി ഒരു ഓപ്ഷനും കൂടെ പറയാം. സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഇത്തിരി എരിവിനുള്ള മുളക് പൊടിയും സാമ്പാർ പൊടിയും കൂടെ ചേർത്താൽ മതിയാവും. ഇവിടെ സാമ്പാർ പൊടിയുടെ പ്രയോഗം ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പൊ പറയും ഇത് തീയലല്ലേ എന്ന്? തീയലല്ല, വ്യത്യാസം. തീയലല്ല കേട്ടോ. ഒരല്പം കായത്തിന്റെ പൊടി. ഇനി ഒരല്പം കുരുമുളക് പൊടി. സൂപ്പറായി. എന്താ പച്ചവാസന ഒന്ന് പോട്ടെ. പച്ചവാസന പോട്ടെ. ഇപ്പൊ നോക്കൂ, ഗ്ലാസ് പോലെ അല്ലേ ഇരിക്കുന്നത്. ഓ ദിസ് ഈസ് ദ ഗ്ലാസ് ഓഫ് ദി ഇന്ത്യ. ഇനി നമുക്ക് പുളി ചേർക്കാം. പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുക. പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു. വീണ്ടും ഞാനിപ്പോ ഒരു ചെറുനാരങ്ങ സൈസിലുള്ള പുളി എടുത്തേക്കണത്. കാരണം എരിവ് ഉണ്ട്, മുളക് പൊടി ഉണ്ട്, കുരുമുളക് പൊടി ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള പുളി ചേർക്കുക. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അവർക്ക്. എരിവ് കുറയ്ക്കാൻ വേണ്ടി പുളി ഇത്തിരി കൂട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ ആ എരിവിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ പുളി വേണം. ഓ ഐ സീ. പുളി കുറഞ്ഞ എരിവിന്റെ സ്വാദ് മാത്രം നിൽക്കില്ലേ. നോ നോ യൂസി കോളേജ് ആൽബൈ. പഴയ തമാശയാണ്. ചിരിക്കു പാറു. അവരൊക്കെ ചിരിച്ച, എല്ലാവരും ചിരിച്ചേ. 26 കൊല്ലം ഇതന്നല്ലേ ഞാൻ കേൾക്കണേ. 26 കൊല്ലം കഴിഞ്ഞു. കട്ടോണ്ട് വന്നിട്ട് ഈ ജൂൺ വരുമ്പോ 27ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഉണ്ട്, നമ്മൾ നേരത്തെ തിരിച്ച് ചേർത്തിട്ടുണ്ട്. എന്നാലും ഒന്ന് തിള വന്നിട്ട് നമുക്ക് നോക്കാം. ഒരു അല്പം ശർക്കര. അല്പം ശർക്കര ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും എന്നാണ് ശാസ്ത്രം. ആര് പറഞ്ഞു? കണ്ണഞ്ചിനാഥ്. ശരിക്കുണ്ടല്ലോ, ഇതിങ്ങനെ വെള്ളം പോലെ ഇരിക്കരുത്. വറ്റി 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 ഇങ്ങനെ തേൻ പോലെ ആവും. നല്ല തൈര് സാധനത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാനുണ്ടല്ലോ. തൈര് ഒഴിച്ചിട്ടുള്ള ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. വേറെ ഡെക്കറേഷന്റെ ഒന്നും ആവശ്യമില്ല, ഇത്രേ ആവശ്യമുള്ളൂ. നല്ല പോലെ കുറുകി വരണം. കുറുകട്ടെ, നോക്കാം. കുറുകി. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഞാൻ ഇങ്ങനെ ഓഫ് ചെയ്ത് വെക്കാം, കാരണം ഈ പാത്രത്തിലല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഊണ് കഴിക്കാറാകുമ്പോഴത്തേക്കും ഒന്നും കൂടെ വറ്റും. നല്ല സ്വാദാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഊണ് കഴിക്കാം. അതെ, തീർച്ചയായിട്ടും കഴിക്കാം. വരണ്ടോ? നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ. നമസ്തേ.